ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ പോകുന്നത് ഓംകാലേശ്വറിലെ വേറെ സ്റ്റോറിയാണ്. അതിനു മുമ്പ് പബ്ലിക് ഒന്ന് നോക്കി എത്ര പബ്ലിക് ഉണ്ടെന്ന്. സിഗ്സാഗ് പോലെ കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഒരു ഭജന സംഘത്തിൻ്റെ പാട്ടും ഡാൻസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ലൈനിൽ നിൽക്കണ കാരണം ദൂരത്തു നിന്നുള്ള ഒരു ഇതാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കഥയിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ 2 സ്റ്റോറി എന്ന് പറയാനുണ്ട് എനിക്ക്. ഒരു 2 സ്റ്റോറി ഞാൻ പറഞ്ഞു, ഒരു 2 സ്റ്റോറി എനിക്ക് പറയാനുണ്ട്. ഒന്ന് കുബേര ഭഗവാന്റെ സ്റ്റോറിയാണ്. കുബേര ഭഗവാൻ ശിവഭഗവാന്റെ ഭയങ്കര ഭക്തനായിരുന്നു, രാവണൻ്റെ സഹോദരനായിരുന്നു. കുബേര ഭഗവാൻ ഒരിക്കൽ ഈ മലയുടെ മുകളിൽ വന്നാണ് ശിവഭഗവാനെ തൃപ്തിപ്പെടുത്താനായിട്ട് തപസ് ചെയ്തത്. യുഗങ്ങളോളം അദ്ദേഹം ഒന്നും അറിയാതെ തപസ് ചെയ്തു. അങ്ങനെ തപസ്സിനൊടുവിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കുബേര ഭഗവാനോട് ചോദിച്ചു, അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത്? വളരെ നിഷ്കളങ്കമായ മറുപടിയാണ് കുബേര ഭഗവാൻ നൽകിയത്. എനിക്കൊന്നും വേണ്ട ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹം ഒന്ന് മാത്രം മതി. ഇത് കേട്ട ശിവഭഗവാന് വളരെ സന്തോഷം തോന്നി. ഇത്രയും കാലം തപസ് ചെയ്ത് ഇങ്ങനൊരു വരത്തിന് വേണ്ടിയാണോ? അങ്ങനെ ശിവഭഗവാൻ സ്വയം അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകി, ധനത്തിൻ്റെ അധിപൻ. ഇന്നു മുതൽ നീ ധനത്തിൻ്റെ അധിപനാണ്, നിന്നിലൂടെയാണ് ഈ ലോകത്തിന് ധനം ലഭിക്കുക. അങ്ങനെയാണ് കുബേര ഭഗവാൻ ധനദേവനായത്. അങ്ങനെ അദ്ദേഹത്തിന് കുളിക്കാൻ വേണ്ടി കാവേരി നദി ശിവഭഗവാൻ തൻ്റെ തിരുജടയിൽ നിന്നും കാവേരി നദി നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ഈ കാണുന്നത് നർമ്മദ നദി. ഞാൻ മുകളിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും തൊഴുതിറങ്ങി. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു വന്നത് എന്തായാലും ബോട്ടിൽ, തിരിച്ചു പോകുന്നത് മാൻദാദ സേതുവിൻ്റെ മീതെ കൂടെ ആകാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി മാൻദാദ സേതുവിൽ കൂടെ തിരിച്ചു പോന്നു. അപ്പോൾ ഇനി അടുത്ത ഒരു കഥ പറയാനുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ദേവാസുര യുദ്ധം നടന്നു. അങ്ങനെ ദേവാസുരൻ യുദ്ധത്തിൽ അസുരന്മാർ ജയിക്കുകയും ദേവന്മാർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോഴും ശിവനെ ദേവന്മാർ ഈ മലയുടെ മുകളിൽ വന്നാണ് തപസ് ചെയ്തതെന്ന് പറയുന്നു. ആ പിന്നിൽ കാണുന്ന മലയാണ് ഓംകാലേശ്വർ പർവ്വതം. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ദേവന്മാർ തപസ് ചെയ്തത്. അങ്ങനെ അത്രയും പവിത്രമായ സ്ഥലമാണ് ഈ കണ്ടത്. ഇതൊരു ഐലാൻഡാണ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെയ്ക്കുള്ള എൻ്റെ എല്ലാ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഇനിയും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ വേണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.